പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ പുതുവർഷത്തിലെ 2 മുത്തുകളാണ്. 2/1/2025 കായലിൽ 2 കിലോമീറ്ററോളം നീന്തിയിട്ട് വന്നിരിക്കുന്നവരാണെന്ന്. പേര് പറഞ്ഞ് സ്കൂളും ഒക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോ. പറഞ്ഞോ. എൻ്റെ പേര് യൂസഫ് അമീന, ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നു, 4ാം ക്ലാസ്സിൽ. ഉപ്പാൻ്റെ പേര് ഫെമിനാസ്. ഉമ്മാൻ്റെ പേര് സഹല. സഹല. ഓക്കെ പറഞ്ഞോ. എൻ്റെ പേര് മുഹമ്മദ് ഇബ്രാഹിം, ഞാൻ ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്, 2ാം ക്ലാസ്സിലാണ്. ഓക്കെ വെരി ഗുഡ്. നന്നായിട്ട് നീന്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇബ്രാഹിം 6ാമത്തെ ദിവസം തന്നെ നമ്മുടെ പൂളിൽ വെച്ച് 1 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ചെയ്തിരുന്നു. കൈ താഴ്ത്തിയിട്. കൈ താഴ്ത്തിയിട്ട്. ഓക്കെ, നന്നായിട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ ഇനി കായൽ ചെയ്തു, ഇനി പുഴയിൽ പോകാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ കായൽ നമ്മളിതാ അങ്ങ് കാണുന്ന ആ സ്ഥലം വരെ, ഏകദേശം ഈ കായൽ ക്രോസ് ചെയ്യുന്നതിനേക്കാൾ ദൂരം നമ്മൾ അപ്പുറം പോയിട്ട് അവിടെ തിരിച്ച് ഇങ്ങോട്ട് വന്നിരുന്നു. ഇബ്രാഹിം 2 ആളും നല്ല ചിരിയിലായിരുന്നു. നന്നായിട്ട് ഇതിലേക്ക് നോക്കിയിരുന്നേ. എങ്ങനെയുണ്ട് ഉമ്മ അല്ലേ? ഗ്രാൻഡ് ഫാദർ ആണ്. ഒന്ന് പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് കണ്ടിട്ട്? കുട്ടികൾ നന്നായിട്ട് നീന്തി. സാറ് പരിശീലനം കാരണം നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു. ഇത് വന്ന് കണ്ടപ്പോൾ എങ്ങനെ തോന്നി? ഈ കായൽ വന്ന് കണ്ടേരം എൻ്റെ ചെറിയ മക്കള് പേടിയായി കാണുമ്പോൾ തന്നെ, ഇത് പറ്റുമോ എന്നുള്ള കാര്യം. ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട്. ഓക്കെ, അവർ നല്ല ഫോമിലായിരുന്നു. എന്തായാലും എന്താ ചെയ്തതെന്നുള്ളതെന്ന് കാണിച്ചു നോക്കാം. അതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പിന്നെ ഇവരുടെ 2 പേരുടെ ഫാദർ ഫെമിനാസിൻ്റെ ബ്രദറിൻ്റെ പേരെന്തായിരുന്നു? മെഹനാസിൻ. 2 പേരും എൻ്റെ അടുത്ത് വന്ന് എനിക്ക് തോന്നുന്നു 5, 6, 7 വർഷം മുമ്പ് വന്ന് നീന്താൻ പഠിച്ചതായിരുന്നു. അപ്പം ഇപ്പം മക്കളായി. ആ മക്കൾ 2 പേരും വലുതായി കഴിഞ്ഞപ്പോൾ എത്ര വയസ്സ്? 8ഉം 10ഉം വയസ്സുള്ള 2 മക്കളെയും കൊണ്ട് ധൈര്യസമേതം എനിക്ക് കായലും പുഴയും കടലും എല്ലാം മക്കളെ ചെയ്യിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തതായിരുന്നു. അപ്പോൾ ഫെമിനാസിനും മദർ ഷഹല പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ആ ഒരു മൈൻഡ് നിങ്ങൾ കാണിച്ചു കൊടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് അവർക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു കഴിവ് നേടിക്കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ നീന്തലൊന്ന് കണ്ടു നോക്കാം. ഡേ സ്റ്റാർട്ട്. പോട്ടെ ഫ്രീ സ്റ്റൈൽ. ഇബ്രാഹിം അങ്ങ് പോയാണ്. പോട്ടെ, ഇടം വരെ പോകുന്നുള്ള നോക്കട്ടെ. അവൻ കൂളായി കേട്ടോ. അവൻ്റെ പോക്കുണ്ട. അവനിതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലെന്നുള്ള ടൈപ്പിലാണ് പോകുന്നത്. ഈ ലോകമല്ലോ, അവൻ അങ്ങ് പോയാൽ മതി എന്നുള്ള മൂഡിലാണ്. ഓക്കെ, വന്നോ റെഡി. ഓക്കെ, സ്പീഡ് വന്നോ ഇബ്രാഹിം.